ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആന്റോണിയൻ അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ആൻഡ്രൂ ക്ലീറ്റസ് വി. കഴിഞ്ഞ ആഴ്ച 12ാം ക്ലാസ്സിലെ കൂട്ടുകാർ നേതൃത്വം നൽകിയ ദിവ്യബലിയും സമർപ്പണവും മനോഹരമായിരുന്നു. അന്ന് നമ്മുടെ ദിവ്യബലിയിൽ 3 കാര്യങ്ങൾ മറക്കാതിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി അച്ഛൻ നമ്മളോട് പറഞ്ഞു. ഒന്നാമത്തേത്, നമ്മൾ വന്ന വഴി ഒരിക്കലും മറക്കരുത് എന്നതായിരുന്നു. രണ്ടാമത്തേത്, നമ്മുടെ സമയം കാണിക്കയെ സമർപ്പിക്കുക എന്നതായിരുന്നു. മൂന്നാമത്തേത്, നമ്മുടെ ജീവിതം തന്നെ കാണിക്കയെ സമർപ്പിക്കുക എന്നതായിരുന്നു. ദൈവത്തോടുള്ള നമ്മുടെ മനോഭാവം എപ്രകാരമായിരിക്കണമെന്ന് ഇതിലൂടെ നമുക്ക് ആഴമായി മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ഇടവക ദിനത്തോടനുബന്ധിച്ച് നടത്തിയ മത്സരങ്ങളിൽ എല്ലാ കൂട്ടുകാരും പങ്കെടുത്തുവെന്ന് കരുതുന്നു. അതുപോലെ ഈ ഞായറാഴ്ചയും നടത്തുന്ന എല്ലാ മത്സരങ്ങളിലും എല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടായിരിക്കണം. നാളത്തെ ദിവ്യബലിയും സജീവമായി തന്നെ അർപ്പിക്കാം. 1-ാം വായനയിൽ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ കർത്താവിന്റെ ഗ്രന്ഥത്തിൽ നമ്മുടെ എല്ലാം പേരുണ്ടായിരിക്കുവാനായി നമുക്ക് അധ്വാനിക്കാം. കർത്താവെ, എന്നെ സംരക്ഷിക്കണമേ, എന്തെന്നാൽ അങ്ങിൽ ഞാൻ ശരണം വെച്ചിരിക്കുന്നു എന്ന പ്രതിവചന സങ്കീർത്തനം നമുക്ക് ഇപ്പോൾ മുതൽ നിശബ്ദമായി പ്രാർത്ഥിക്കാം. ഏകബലിയിലൂടെ ഈശോ നമ്മെ വിശുദ്ധീകരിച്ച് പരിപൂർണരാക്കിയിരിക്കുന്നു എന്ന 2-ാം വായനാ ഭാഗം നമുക്ക് ഓർക്കാം. ആകാശവും ഭൂമിയും കടന്നുപോകും, എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോകുകയില്ല എന്ന വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷ ഭാഗങ്ങൾ നമുക്ക് ധ്യാനിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച കാണാം. അതുവരെ ഈശോ നമ്മെ സംരക്ഷിച്ച് അനുഗ്രഹിക്കട്ടെ. ആമേൻ.